മൊഡ്യൂൾ 3 നമ്മൾ അടുത്ത നോക്കുന്ന ടോപ്പിക് പെസ്റ്റിസൈഡ് പൊല്യൂഷൻ ആണ്. അപ്പോൾ എന്താണ് പെസ്റ്റിസൈഡ് പൊല്യൂഷൻ, അതിന്റെ ക്ലാസിഫിക്കേഷൻ, സോഴ്സസും ഇമ്പാക്ട്സും ആണ് നമ്മൾ ഈ ഒരു പോർഷനിൽ നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് പെസ്റ്റിസൈഡ്സ്? Pesticides are substances or mixture of substances intended for preventing, destroying, repelling or mitigating any pests. ഇപ്പോൾ നിങ്ങൾക്കറിയാം അഗ്രികൾച്ചറിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് പെസ്റ്റിസൈഡ്സ്. കാരണം ക്രോപ്പ് കൾട്ടിവേഷൻ ഇടയ്ക്ക് പല ക്രോപ്സും ഈ പെസ്റ്റ് കാരണം നശിക്കാറുണ്ട്. അപ്പോൾ അതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാനും ഡിസ്ട്രോയ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പെസ്റ്റിസൈഡ്സ് കൂടുതലും ഉപയോഗിക്കുന്നത്. അപ്പോൾ പെസ്റ്റിസൈഡിനെ പറ്റി മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ഫെർട്ടിലൈസറിന്റെ കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം. ഫെർട്ടിലൈസർ എന്താണ്? ഓർഗാനിക് അല്ലെങ്കിൽ ഇൻഓർഗാനിക് മെറ്റീരിയൽ ആണ് ഓഫ് നാച്ചുറൽ ഓർ സിന്തറ്റിക് ഒറിജിൻ ആഡഡ് ടു എ സോയിൽ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളത് സോയിലിലോട്ട് ആഡ് ചെയ്യുന്നത്? നമ്മുടെ പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് സോയിലിൽ നിന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഫെർട്ടിലൈസേഴ്സും കൂടെ ആഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ആ പ്ലാന്റ് നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ട്, അതിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട്. ഈ ഫെർട്ടിലൈസേഴ്സ് രണ്ട് രീതിയിൽ നമ്മൾ പ്ലാന്റ്സിന് കൊടുക്കാറുണ്ട്. ഒന്ന് ഓർഗാനിക് ഫോമിൽ, അതെന്ന് പറയുമ്പോൾ സാധാരണ മാന്യൂർ അല്ലെങ്കിൽ കമ്പോസ്റ്റ്, സീവീഡ്, ഇതൊക്കെയാണ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിനകത്ത് അടങ്ങിയിരിക്കുന്നത്. പിന്നെ ഇൻഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുമ്പോൾ സിന്തറ്റിക് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ്, അത് ആർട്ടിഫിഷ്യലി ആയിരിക്കും മാനുഫാക്ചർ ചെയ്ത് എടുക്കുന്നത്. അപ്പൊ അതിനകത്ത് സിന്തറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മിനറൽസ്, സിന്തറ്റിക് കെമിക്കൽസ് എല്ലാം ഈ ഇൻഓർഗാനിക് ഫെർട്ടിലൈസറിനകത്ത് അടങ്ങിയിരിക്കുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സിന്തറ്റിക് നൈട്രജൻ ഫെർട്ടിലൈസേഴ്സ്, അതെന്ന് പറയുന്നത് ഇറ്റ്സ് ടിപ്പിക്കലി മെയ്ഡ് ഔട്ട് ഫ്രം പെട്രോളിയം, അതേപോലെ നാച്ചുറൽ ഗ്യാസിൽ നിന്നൊക്കെയാണ് ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പൊ നമുക്ക് വീണ്ടും പെസ്റ്റിസൈഡ്സിലോട്ട് പോവാം. പെസ്റ്റിസൈഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം കെമിക്കൽസ് ആണ് അല്ലെ, പെസ്റ്റിനെ കില്ല് ചെയ്യാനുള്ള കെമിക്കൽസ്. ഇപ്പൊ പെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം ഇൻസെക്ട്സ് ആവാം, റോഡൻസ്, റാറ്റ്സ് ആവാം, ഇതൊക്കെ പ്ലാന്റ്സിനെ നശിപ്പിക്കുന്ന ഓർഗാനിസംസ് ആണ്. സോ അതിനെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെസ്റ്റിസൈഡ്സ് കൂടുതലും ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ നമുക്കറിയാം DDT, അതേപോലെ ആൽഡ്രിൻ, ഡയാൽഡ്രിൻ, എൻഡോസൾഫാൻ, ഇതൊക്കെ പെസ്റ്റിസൈഡ്സിന്റെ ഗണത്തിൽ പെടുന്നതാണ്. ഇനി നമുക്ക് അതിന്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കാം. രണ്ട് രീതിയിൽ പെസ്റ്റിസൈഡ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേത് അക്കോർഡിംഗ് ടു ദി പെസ്റ്റ്. എന്ത് പെസ്റ്റ് ആണോ അതിനനുസരിച്ച് നമ്മൾ അതിനുള്ള പെസ്റ്റിസൈഡ്സ് സെലക്ട് ചെയ്യും. അപ്പം കുറച്ച് സെലക്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇൻസെക്ടിസൈഡ്സ് എന്ന് പറയുമ്പോൾ ഇൻസെക്ട്സിനെ കില്ല് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുന്നത്. റോഡന്റിസൈഡ്സ് എന്ന് പറയുന്നത് വിച്ച് കിൽ റോഡൻസ്, അതായത് റാറ്റ്സ്. ഫംഗിസൈഡ്സ് ഫംഗെ കില്ല് ചെയ്യാൻ. ആൽഗസൈഡ്സ് ടു കിൽ ആൽഗെ. വീഡിസൈഡ്സ് വിച്ച് കിൽസ് വീഡ്സ്. പിന്നെ ബാക്ടീരിയസൈഡ്സ് വിച്ച് കിൽ ബാക്ടീരിയ. പിന്നെ മൊലസിസൈഡ്സ് വിച്ച് കൺട്രോൾ സ്ലഗ്സ് ഓർ സ്നെയിൽസ്, അതായത് ഒച്ചുകൾ. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് അക്കോർഡിംഗ് ടു പെസ്റ്റിസൈഡ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. രണ്ട്, ഓൺ ദി ബേസിസ് ഓഫ് സിന്തറ്റിക് ഓർഗാനിക് കെമിക്കൽ കോമ്പൗണ്ട്സ്. അപ്പൊ ഇതിനകത്ത് കൂടുതൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സിന്തറ്റിക് കെമിക്കൽസ് കൂടുതലായിരിക്കും. എക്സാമ്പിൾസ് കുറച്ച് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് പഠിക്കാം. ഇപ്പോൾ ക്ലോറിനേറ്റഡ് ഹൈഡ്രോ കാർബൺസ്, അതിനകത്താണ് ഈ DDT ഒക്കെ വരുന്നത്. ആൽഡ്രിൻ, ഡയാൽഡ്രിൻ, ഇതൊക്കെ വരുന്നത്. അതുകൂടാതെ ക്ലോറോഫിനോക്സി ആസിഡ്സ്, പേരുകളൊന്ന് പഠിച്ചിരിക്കുക. ഓർഗാനോഫോസ്ഫേറ്റ്സ്, കാർബമേറ്റ്സ്, സിന്തറ്റിക് പൈറത്രോയിഡ്സ്. അപ്പൊ ഇതൊക്കെ എന്താ ഓർഗാനിക് കെമിക്കൽ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ സിന്തറ്റിക് ഓർഗാനിക് കെമിക്കൽ കോമ്പൗണ്ട്സിനകത്ത് പെടുന്ന പെസ്റ്റിസൈഡ്സ് ആണ്. ഇനി വീണ്ടും അതിന്റെ സോഴ്സസിലോട്ട് കടക്കുകയാണ്. പെസ്റ്റിസൈഡ്സിന്റെ രണ്ട് മെയിൻ സോഴ്സസ് എന്ന് പറയുന്നത് പോയിന്റ് സോഴ്സും നോൺ പോയിന്റ് സോഴ്സും. ഇത് നമ്മൾ നേരത്തെയും ഈ രണ്ട് പോയിന്റ് ആൻഡ് നോൺ പോയിന്റ് പൊല്യൂഷനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു പോയിന്റ് സോഴ്സിൽ നിന്ന് ഡയറക്ട്ലി എൻവയോൺമെന്റിലോട്ട് എമിറ്റ് ചെയ്യുന്നതിനാണ് പോയിന്റ് സോഴ്സ് ഓഫ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഒരു കേസിൽ പെസ്റ്റിസൈഡ്സിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പെസ്റ്റിസൈഡ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ്, യൂണിറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിനെ നമുക്ക് വേണമെങ്കിൽ പോയിന്റ് സോഴ്സ് ആയിട്ട് കണക്കാക്കാം. അതുകൂടാതെ നോൺ പോയിന്റ് സോഴ്സ് എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഏരിയ കവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വലിയൊരു ഏരിയയിൽ നിന്നുള്ള വേസ്റ്റ് എല്ലാം കൂടെ ഒരു പോയിന്റിലോട്ട് വന്നെത്തുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അഗ്രികൾച്ചറൽ ഫാംസിലൊക്കെ നമ്മൾ ഒരുപാട് പെസ്റ്റിസൈഡ്സും ഒത്തിരി കെമിക്കൽസും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ നിന്നെല്ലാം കൂടെ ഒരു മഴ കാരണം അല്ലെങ്കിൽ ഒരു മഴ പെയ്ത് അത് കഴിഞ്ഞപ്പോൾ റൺ ഓഫ് എല്ലാം കൂടെ അത്തരത്തിലുള്ള വേസ്റ്റ് എല്ലാം കൂടെ ക്യാരി ചെയ്ത് കൊണ്ടുവന്ന് ഒരു റണ്ണിങ് വാട്ടറിലോട്ട് അല്ലെങ്കിൽ ഒരു വാട്ടർ ബോഡിയിലോട്ട് കൊണ്ടുവന്ന് എത്തിക്കുക. അത് നോൺ പോയിന്റ് സോഴ്സ് ആയിട്ട് എടുക്കാം. ഇതാണ് രണ്ട് മെയിൻ സോഴ്സസ് ഓഫ് പെസ്റ്റിസൈഡ് പൊല്യൂഷൻ. കമ്മിങ് ടു ദി ഇമ്പാക്ട്സ് ഓഫ് പെസ്റ്റിസൈഡ് പൊല്യൂഷൻ. അപ്പം ഏതൊക്കെ
എൻവയോൺമെന്റിന്റെ എലമെന്റ്സിനെ ഏതൊക്കെ രീതിയിലാണ് ഇത് പെസ്റ്റിസൈഡ് പൊല്യൂഷൻ അഫക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ ഫാക്ടേഴ്സിനെ എങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ഇമ്പാക്ട് ഓൺ എയർ. പെസ്റ്റിസൈഡ്സിന് എയർ പൊല്യൂഷനെ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇപ്പൊ നിങ്ങൾ പെസ്റ്റിസൈഡ് ഡ്രിഫ്റ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അത് ഒക്കർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പെസ്റ്റിസൈഡ്സ് ഈ എയറിൽ സസ്പെൻഡ് ചെയ്തിട്ടുള്ള പാർട്ടിക്കിൾസ് വിൻഡ് ക്യാരി ചെയ്ത് പലയിടത്തോട്ടും എത്തിച്ച് അത് കണ്ടാമിനേറ്റ് ആവുന്നതിനാണ് പെസ്റ്റിസൈഡ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഒരു ഇമ്പാക്ട് ഓൺ എയർ ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്പ്രേ നമ്മൾ അടിക്കുമ്പോൾ എങ്ങനെയാണ് ആ പാർട്ടിക്കിൾസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത്, അതുപോലെയാണ്. ഇതിനകത്ത് 2-3 ഇമ്പാക്ട്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് കോസസ് എയർ പൊല്യൂഷൻ, പിന്നെ സസ്പെൻഡഡ് പെസ്റ്റിസൈഡ്സ് ആർ ക്യാരിഡ് ബൈ വിൻഡ്, ഇപ്പൊ പറഞ്ഞത് തന്നെ. പിന്നെ ഡ്രോപ്ലെറ്റ്സ്, സ്പ്രേയുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. ഡ്രോപ്ലെറ്റ്സ് ഓഫ് സ്പ്രേഡ് പാർട്ടിക്കിൾസ് മേ ട്രാവൽ അലോങ് വിൻഡ്. അപ്പൊ നമ്മൾ പെസ്റ്റിസൈഡ്സിന്റെ സ്പ്രേ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, പ്ലാന്റ്സിന് സ്പ്രേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പാർട്ടിക്കിൾസ് അന്തരീക്ഷത്തിൽ കലരാം. ഓക്കെ, ആൻഡ് എയർ പൊല്യൂഷൻ ഉണ്ടാവുന്നു. പിന്നീട് ഇമ്പാക്ട് ഓൺ വാട്ടർ. അതിന്റെ കാര്യം മെയിൻലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഗ്രികൾച്ചറൽ ലാൻഡിലേക്ക് നോക്കിയാൽ മതി. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് ഒരുപാട് പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു ഹെവി റെയിൻഫോളിന്റെ ഒക്കെ സമയത്ത് ഈ പെസ്റ്റിസൈഡ്സ് ആൻഡ് അതിന്റെ റെസിഡ്യൂസ്, അതായത് നൈട്രേറ്റ്സ് ആൻഡ് ഫോസ്ഫേറ്റ്സ്, ഇതൊക്കെ ഭയങ്കര ക്വിക്കായിട്ട് സോയിൽ ലെയേഴ്സിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്ത് ഗ്രൗണ്ട് വാട്ടറിലോട്ട് എത്തിക്കാട്ടാം. അങ്ങനെ വാട്ടറിനെ അത് പൊല്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ആ പോയിന്റ്സ് നോക്കാം. പെസ്റ്റിസൈഡ് residues are found in rainwater, surface water and groundwater. ഓക്കെ, അപ്പം മഴ പെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് ഈ സർഫസ് വാട്ടറിലോട്ടും ഗ്രൗണ്ട് വാട്ടറിലോട്ടും ഒക്കെ എത്തിപ്പെടും പെസ്റ്റിസൈഡ് പൊല്യൂഷൻ, അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സിന്റെ അംശങ്ങൾ വാട്ടറിലോട്ട് കലരാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ കോസ് യൂട്രോഫിക്കേഷൻ ഇൻ വാട്ടർ ബോഡീസ്. ഇപ്പൊ ഒരു വാട്ടർ ബോഡി മിനറൽസും ന്യൂട്രിയൻസും ഒക്കെ കൊണ്ട് എൻറിച്ച് ആവുകയാണെങ്കിൽ അതിന് എന്ത് സംഭവിക്കും? അതിനകത്ത് ആ വാട്ടർ ബോഡിയിൽ എക്സസീവ് ആയിട്ടുള്ള ആൽഗെ ഗ്രോത്ത് കാണപ്പെടാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് ഓക്സിജൻ ഡിപ്ലീഷൻ, വാട്ടർ ബോഡിയിൽ ഉണ്ടാകുന്ന ഓക്സിജൻ ഡിപ്ലീഷൻ കാരണമാണ്. ഓക്കെ, അങ്ങനെയാണ് യൂട്രോഫിക്കേഷൻ റിസൾട്ട് ചെയ്യുന്നത്. അതായത് ബാക്ടീരിയൽ ഡിഗ്രഡേഷൻ ഓഫ് ദി ആൽഗെ കാരണമാണ് യൂഷ്വലി ഈ ഓക്സിജൻ ഡിപ്ലീഷൻ വാട്ടർ ബോഡിയിൽ ഉണ്ടാവുന്നത്. അത് കാരണം യൂട്രോഫിക്കേഷൻ നടക്കുന്നു. അപ്പൊ യൂട്രോഫിക്കേഷൻ കാരണം വാട്ടർ പൊല്യൂട്ട് ആവാം, പിന്നെ അത് ഡ്രിങ്കിങ്ങിന് സ്യൂട്ടബിൾ അല്ലാത്ത വാട്ടർ ആയിട്ട് മാറാം. റെഡ്യൂസസ് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഡ്രിങ്കിങ് വാട്ടർ, അത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമായിട്ട് കണക്റ്റഡ് ആണ്. പിന്നീട് ഇമ്പാക്ട് ഓൺ സോയിൽ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മൈക്രോ ഓർഗാനിസംസിനെ നശിപ്പിക്കുക. നിങ്ങൾക്കറിയാം, മൈക്രോ ഓർഗാനിസംസ് ഒരുപാട് ടൈപ്പ് ഉണ്ട്. പക്ഷെ ഒരു കമ്മ്യൂണിറ്റി ഓഫ് മൈക്രോ ഓർഗാനിസം, സോയിലുള്ള ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഈ വേസ്റ്റിനെ ഡിഗ്രേഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അപ്പൊ അത്തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഡാമേജ് ആയി പോകാനായിട്ട് ഈ പെസ്റ്റിസൈഡ് കാരണമാകും. അഫക്ട്സ് ബയോകെമിക്കൽ പ്രോസസ് ആൻഡ് ന്യൂട്രിയൻ സൈക്ലിംഗ് ഇൻ സോയിൽ. ഈ ബയോകെമിക്കൽ പ്രോസസ് എന്ന് പറയുന്നത് കെമിക്കൽ പ്രോസസ് ആണ്. ഇത് ലിവിങ് ഓർഗാനിസംസിലും അതേപോലെ ബയോമോളിക്യൂൾസിലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ്. ഇപ്പം ബയോകെമിക്കൽ പ്രോസസ്സിന് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ആൽക്കഹോളിക് ഫെർമെന്റേഷൻ, അതായത് കൺവേർഷൻ ഓഫ് ഷുഗേഴ്സ് ഇൻടു സെല്ലുലാർ എനർജി വിത്ത് എത്തനോൾ, ആൽക്കഹോൾ. അതായത് ഷുഗർ കൺവേർട്ട് ചെയ്ത് ആൽക്കഹോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ബൈ പ്രോഡക്ട്സ് ആയിട്ട് വരുന്നു. ഇത് ഒരു ബയോകെമിക്കൽ പ്രോസസ്സിന് എക്സാമ്പിൾ ആണ്. പിന്നീട് ന്യൂട്രിയൻ സൈക്ലിംഗ്. ന്യൂട്രിയൻ സൈക്കിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതൊരു പർട്ടിക്കുലർ ന്യൂട്രിയന്റെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ആ ഒരു പാത്വേ ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു എലമെന്റിന്റെ, അതായത് ഇപ്പൊ അത് എൻവയോൺമെന്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു എലമെന്റ് ആണെന്നുണ്ടെങ്കിൽ അത് പല ഓർഗാനിസംസിലൂടെ കടന്ന് അത് ബാക്ക് ടു എൻവയോൺമെന്റിലോട്ട് എത്തിച്ചേരുക. അതാണ് ന്യൂട്രിയൻ സൈക്കിൾ എന്ന് പറയുന്നത്. കാർബൺ സൈക്കിൾ, നൈട്രജൻ സൈക്കിൾ, ഫോസ്ഫറസ് സൈക്കിൾ, ഇതൊക്കെ നിങ്ങൾ എൻവയോൺമെന്റിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അതെല്ലാം ന്യൂട്രിയൻ സൈക്ലിംഗ് ആണ്. അപ്പൊ ഇതിനെയൊക്കെ പെസ്റ്റിസൈഡ് പൊല്യൂഷൻ അഫക്ട് ചെയ്യുന്നു. ദെൻ വെരി പെർസിസ്റ്റന്റ് ആൻഡ് ബയോ അക്യുമുലേഷൻ ആൻഡ് ബയോ മാഗ്നിഫിക്കേഷൻ ഒക്കേഴ്സ്. ഈ ബയോ അക്യുമുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ഒരു ഓർഗാനിസമിന്റെ ബോഡിയിൽ ഇതേപോലെ പെസ്റ്റിസൈഡ്സോ അല്ലെങ്കിൽ മറ്റ് കെമിക്കൽസോ അടിഞ്ഞുകൂടുക അല്ലെങ്കിൽ അക്യുമുലേറ്റ് ചെയ്യുക, അതിനാണ് ബയോ അക്യുമുലേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ബയോ മാഗ്നിഫിക്കേഷൻ ഈ പറഞ്ഞ പോലെ തന്നെ അതിന് മറ്റൊരു പേരുണ്ട്, ബയോ ആംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്നൊക്കെ ഇതിന് പേരുകളുണ്ട്. അതായത് ഒരു പർട്ടിക്കുലർ ടോക്സിൻ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ പെസ്റ്റിസൈഡ് ആണ്. അപ്പൊ ഈ ഒരു പെസ്റ്റിസൈഡിന്റെ ആ ഒരു കെമിക്കല് ഒരു ഓർഗാനിസമിന്റെ ശരീരത്തിൽ അമിതമായി കാണപ്പെടുക, ഒരു ഹയർ ലെവലിൽ കാണപ്പെടുക, അതിനാണ് ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്.
അപ്പൊ ഇതും പെസ്റ്റിസൈഡ് പൊല്യൂഷൻ കാരണം ഉണ്ടാവുന്ന ഇമ്പാക്റ്റ് ആണ്. ഇനി ഇമ്പാക്ട് ഓൺ പ്ലാന്റ്. നൈട്രജൻ ഫിക്സേഷൻ റിക്വയർഡ് ഫോർ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് ഈസ് ഹിൻഡേർഡ് ബൈ പെസ്റ്റിസൈഡ്സ് ഇൻ സോയിൽ. ഇപ്പൊ നൈട്രജൻ ഫിക്സേഷൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതെന്ന് പറയുന്നത് മോളിക്കുലർ നൈട്രജൻ, എയറിൽ കാണുന്ന മോളിക്കുലർ നൈട്രജൻ കൺവേർട്ട് ആയി അമോണിയ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള നൈട്രോജനസ് കോമ്പൗണ്ട്സ് ആയി മാറുന്നതിനാണ് നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് പ്ലാന്റ്സിന്റെ ഗ്രോത്തിന് വളരെയധികം അത്യാവശ്യമാണ്. അതിനെ ഇല്ലാതാക്കുക. പിന്നെ രണ്ടാമത്തത് ഇറ്റ് കിൽസ് ബീസ് ലൈക്ക് ഓർഗാനിസംസ് വിച്ച് റെഡ്യൂസസ്. അപ്പോൾ ബീസ് ഒക്കെ നിങ്ങൾക്കറിയാം പോളിനേഷന് വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അത്തരത്തിലുള്ള ഓർഗാനിസംസ് നശിച്ചു പോവുക. അതേപോലെ ഓവർ പെസ്റ്റിസൈഡ് കോൺസെൻട്രേഷൻ ക്യാൻ കോസ് പുവർ റൂട്ട് ഹെയർ ഡെവലപ്മെന്റ്. ഇപ്പം കാഴ്ചയിലൊക്കെ മരങ്ങൾക്കൊക്കെ ആ ഒരു കളർ വ്യത്യാസം, അതേപോലെ ഗ്രോത്ത് വളരെ കുറഞ്ഞിരിക്കുക, ലീവ്സിനൊക്കെ യെല്ലോ കളർ, റൂട്ട്സ് പ്രോപ്പറായിട്ട് വളരുന്നില്ല. ഇതെല്ലാം അമിതമായിട്ടുള്ള പെസ്റ്റിസൈഡ് പൊല്യൂഷൻ കാരണം ഉണ്ടാവുന്നതാണ്. അടുത്തത് ആനിമൽസിനാണ്. ആനിമൽസിനെ എഫക്ട് ചെയ്യുന്നത് നമ്മുടെ ഫുഡ് ചെയിനിലൂടെ കടന്നു തന്നെയാണ്. അത് ആനിമൽസിന്റെ റീപ്രൊഡക്ഷൻ, അതുകൂടാതെ ഗ്രോത്തിനെ ഒക്കെ ബാധിക്കുന്നുണ്ട്. അപ്പൊ ഈ ഓർഗാനിസംസ് നമുക്കും ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി നമുക്കും ഭയങ്കര അത്യാവശ്യമുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഓർഗാനിസംസിന്റെയും നാശം ഓവറായിട്ടുള്ള പെസ്റ്റിസൈഡ് പൊല്യൂഷൻ കാരണം ഉണ്ടാവുന്നു. പിന്നെ ഇമ്പാക്ട്സ് ഓൺ ബേർഡ്സ്. ബേർഡ്സിന്റെ ഡെത്തിന് വരെ പെസ്റ്റിസൈഡ് പൊല്യൂഷൻ കാരണമാവുന്നു എന്നാണ് പറയുന്നത്. ഡാമേജ് ബേർഡ് സ്പീഷ്യസ് ബൈ ബയോ അക്യുമുലേഷൻ. നമ്മൾ ബയോ അക്യുമുലേഷൻ നേരത്തെ പറഞ്ഞതാണ്. അതേപോലെ റിഡക്ഷൻ ഇൻ ഷെൽ തിക്നെസ്. അപ്പൊ എക്സിന്റെ ഷെല്ലിലൊക്കെ തിക്നെസ് കുറഞ്ഞ് കാണപ്പെടുക, അബ്നോർമാലിറ്റീസ് ഉണ്ടാകുക എംബ്രയോസിൽ. അതേപോലെ ബേർഡ് ഹാബിറ്റാറ്റിനെ തന്നെ മാറ്റിമറിക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് ബേർഡ്സിനെ ബാധിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ. ആൻഡ് അക്വാട്ടിക് ലൈഫ്, ഇറ്റ് ക്യാൻ കോസ് ഡെത്ത് ഓഫ് ഫിഷ്, യൂട്രോഫിക്കേഷൻ ഉണ്ടാവുന്നു, നമ്മൾ പറഞ്ഞു. ക്യാൻ കോസ് ഫിസിയോളജിക്കൽ ആൻഡ് ബിഹേവിയറൽ ചേഞ്ചസ് ഇൻ ഫിഷ്. അപ്പൊ ഇത് മെയിൻലി ഉദ്ദേശിക്കുന്നത് അതിന്റെ ഡെവലപ്മെന്റ് ചേഞ്ചസ് തന്നെയാണ്. ഡെവലപ്മെന്റൽ ചേഞ്ചസും അതുകൂടാതെ അതിന്റെ ലേണിംഗ് പ്രോസസ്സസും ഒക്കെ എഫക്റ്റ് ആവാം. ഓക്കെ, ഫൈനലി ഹ്യൂമൻ ബീങ്സിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു. ഹ്യൂമൻ ബീങ്സിലേക്ക് പെസ്റ്റിസൈഡ് പൊല്യൂഷൻ നമ്മൾ ഇൻഡയറക്ട്ലി എങ്ങനെ പോകുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു, ഫുഡ് ചെയിനിലൂടെ. അതല്ലാതെ ഡയറക്ട്ലി നമുക്ക് എയറോസോൾ വഴി അല്ലെ, അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ചെറിയ ചെറിയ വാട്ടർ ഡ്രോപ്ലെറ്റ്സിലൂടെ നമുക്ക് നമ്മുടെ ഉള്ളിലോട്ട് എത്താം. ഡയറക്റ്റ് കോണ്ടാക്ട് ഫാമേഴ്സ്. ഇപ്പൊ ഫാമേഴ്സ് ഒരുപാട് പെസ്റ്റിസൈഡ് പൊല്യൂഷനുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ഉള്ളവരാണ്. അപ്പൊ അവരും ഇത് കാരണം കൊണ്ട് ദേ ഫോൾ സിക്ക്. പിന്നെ അക്യൂട്ട് എഫക്ട്സ് ഓഫ് പെസ്റ്റിസൈഡ്സ് കുറച്ച് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് സോർ ത്രോട്ട്, അപ്സെറ്റ് സ്റ്റൊമക്, സ്കിൻ ഇറിറ്റേഷൻ, ടെമ്പററി ബ്ലൈൻഡ്നെസ്, ചെസ്റ്റ് പെയിൻ, ഇതൊക്കെയാണ് ചെറിയ എഫക്ട്സ്. പിന്നെ ക്രോണിക് ആയിട്ടുള്ള എഫക്ട്സ് എന്ന് പറയുമ്പോൾ ട്യൂമേഴ്സ്, ജീൻ എഫക്ട്, മിസ്കാരേജ്, ബർത്ത് എഫക്ട്സ്, ഇൻഫെർട്ടിലിറ്റി, നെർവസ് സിസ്റ്റം ഡിസോർഡേഴ്സ്, ഇവയൊക്കെയാണ്. ഇനി താഴെ പെസ്റ്റിസൈഡ്സിനകത്ത് അടങ്ങിയിരിക്കുന്ന ആ ഒരു കണ്ടന്റ്സും അത് കാരണം ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളുമാണ് പറഞ്ഞിരിക്കുന്നത്. DDT ആൻഡ് ഡയാൽഡ്രിൻ, അത് കാർസിനോജനിക് ആണ്. പിന്നെ തൈറോയിഡ് ഡിസ്ട്രപ്ഷൻ ഉണ്ടാവുന്നു, അഫക്ട്സ് എൻഡോക്രൈൻ സിസ്റ്റം. എൻഡോക്രൈൻ സിസ്റ്റം മെയിൻലി ഡീൽ ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ്, ഇന്റേണൽ ഗ്ലാൻഡ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ്. അപ്പോൾ അതിനെയൊക്കെ അഫക്ട് ചെയ്യുന്നു. പിന്നെ ഓർഗാനോഫോസ്ഫേറ്റ്സ്, അതിന് തൈറോയിഡ് ഡിസ്ട്രപ്ഷൻ ഉണ്ടാക്കുന്നു, മെറ്റബോളിക് ഫങ്ഷൻസ് കുറയ്ക്കുന്നു. അട്രസൈൻ അഫക്ട്സ് ഇമ്മ്യൂൺ സിസ്റ്റം ആൻഡ് കാർബമേറ്റ്, അത് അഫക്ട്സ് ഇമ്മ്യൂൺ സിസ്റ്റം, മെറ്റബോളിക് ഫങ്ഷൻസിനെ കുറയ്ക്കുന്നു. അതുകൂടാതെ അക്യൂട്ട് മോർട്ടാലിറ്റി, അതായത് ഡെത്തിന് കാരണമാക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് പെസ്റ്റിസൈഡ് പൊല്യൂഷൻ കാരണം ഉണ്ടാവുന്ന മെയിൻ ആയിട്ടുള്ള ഇമ്പാക്ട്സ്.